പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ പ്രഭാതത്തിൽ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഒരു സാധാരണ രാത്രിയിലാണ് ഈ കഥ തുടങ്ങുന്നത്. ഭക്ഷണമേശ, സ്റ്റീൽ പ്ലേറ്റുകളുടെ ശബ്ദം, അടുക്കളയിൽ നിന്ന് വരുന്ന കറിയുടെ മണം. വീട്ടിലെ എല്ലാവരും ദിനം മുഴുവൻ ഓടി നടന്ന ക്ഷീണത്തോടെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ചെറിയ കാര്യം സംഭവിച്ചു. ആരോ ഒരു വാക്ക് പറഞ്ഞു. വാക്ക് വലിയതൊന്നുമല്ല, പക്ഷെ അത് കേട്ട രീതിയാണ് പ്രശ്നമായത്. നിനക്ക് ഇത്രയും പോലും ചെയ്യാൻ പറ്റില്ലേ? മേശയ്ക്ക് ചുറ്റുമുണ്ടായിരുന്ന നിശബ്ദത പെട്ടെന്ന് കട്ടിയായി. മുഖങ്ങൾ മാറി. ശബ്ദത്തിൻ്റെ ചൂട് ഉയർന്നു. ഉടനെ മറുപടി വന്നു. എപ്പോഴും എന്നെയാണ് കുറ്റം പറയുന്നത്. അടുത്ത 5 മിനിറ്റിൽ വർഷങ്ങളായി കൂടെ ജീവിച്ച ആളുകൾ പരസ്പരം കേൾക്കുന്നത് നിർത്തി. വാക്കുകൾ അമ്പുപോലെ പുറത്തേക്ക് പോയി. പിന്നീട് ഖേദിക്കേണ്ട വാചകങ്ങൾ അതിവേഗത്തിൽ ജനിച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല ബന്ധങ്ങളും ഒരു വലിയ സംഭവത്തിൽ അല്ല തകരുന്നത്, മറുപടി പറയുവാൻ വെറും 5 സെക്കൻഡ് പോലും കാത്തിരിക്കാത്ത നിമിഷങ്ങളിലാണ് വിള്ളൽ തുടങ്ങുന്നത്. നമ്മുടെ കാലത്തിൻ്റെ ഒരു വലിയ പ്രശ്നം വേഗമാണ്. മെസ്സേജിന് ഉടൻ മറുപടി, കോളിന് ഉടൻ പ്രതികരണം, അഭിപ്രായത്തിന് ഉടൻ തിരിച്ചടി, വിമർശനത്തിന് ഉടൻ പ്രതിരോധം. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ പ്രതികരിക്കാൻ പഠിച്ചു. പക്ഷെ ഒരു ബന്ധത്തിന് പലപ്പോഴും വേണ്ടത് വേഗമല്ല, ഇടവേളയാണ്. ഒരു സുഹൃത്ത് ഒരിക്കൽ എന്നോട് ഒരു അനുഭവം പറഞ്ഞു. അവൻ ഓഫീസിൽ നിന്ന് വളരെ ക്ഷീണിച്ച് വീട്ടിലെത്തി. അകത്ത് കയറുന്ന ഉടനെ ഭാര്യ പറഞ്ഞു, നിനക്ക് വീട്ടിലെ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധയുമില്ല. അവൻ്റെ മനസ്സിൽ ഉടനെ ഒരു മറുപടി ഉയർന്നു. ഞാൻ മുഴുവൻ ദിവസം എന്താണ് ചെയ്തതെന്ന് നിനക്കറിയാമോ എന്ന് പറയാൻ അവൻ തയ്യാറായി. പക്ഷെ എന്തോ കാരണം കൊണ്ട് അവൻ ഒന്നും പറഞ്ഞില്ല. അവൻ പറഞ്ഞു, എനിക്ക് 5 മിനിറ്റ് തരാമോ? അതിനുശേഷം അവൻ പുറത്തേക്ക് നടന്നു. വരാന്തയിൽ നിന്നു ആഴത്തിൽ ശ്വാസം വിട്ടു, കൈ കഴുകി, വെള്ളം കുടിച്ചു. 5 മിനിറ്റിന് ശേഷം അകത്തേക്ക് വന്ന് ചോദിച്ചു, ഇന്ന് എന്താണ് സംഭവിച്ചത്? അപ്പോൾ അവൻ മനസ്സിലാക്കി, അത് ആക്രമണമല്ലായിരുന്നു. ആ ദിവസം വീട്ടിൽ പല കാര്യങ്ങളും തെറ്റിപ്പോയിരുന്നു. കുട്ടിക്ക് അസുഖം, വൈദ്യുതി പോയി, അവൾ ഒറ്റയ്ക്കെല്ലാം കൈകാര്യം ചെയ്തിരുന്നു. നിനക്ക് ശ്രദ്ധയില്ല എന്ന വാക്കിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നത് എനിക്കിന്ന് വളരെ ബുദ്ധിമുട്ടായി എന്ന വികാരമായിരുന്നു. അവൻ ഉടനെ മറുപടി പറഞ്ഞിരുന്നുവെങ്കിൽ ആ രാത്രി ഒരു വഴക്കായി മാറുമായിരുന്നു. പക്ഷേ 5 മിനിറ്റിൻ്റെ ഇടവേള വാക്കുകളുടെ പിന്നിലെ വികാരം കാണാൻ അവനെ സഹായിച്ചു. ഇതാണ് മനുഷ്യബന്ധങ്ങളുടെ അത്ഭുതകരമായ സത്യം. ആളുകൾ പലപ്പോഴും അവർ പറയുന്നത് കൊണ്ടല്ല വേദനിപ്പിക്കുന്നത്, അവർ അനുഭവിക്കുന്നതിനെ ശരിയായി പറയാൻ കഴിയാത്തത് കൊണ്ടാണ്. നീ ഒരിക്കലും കേൾക്കുന്നില്ല എന്നതിൻ്റെ പിന്നിൽ എനിക്ക് പ്രാധാന്യമില്ലെന്ന് തോന്നുന്നു ഉണ്ടാകാം. നിനക്ക് സമയമില്ല എന്നതിൻ്റെ പിന്നിൽ എനിക്ക് നിന്നെ മിസ് ചെയ്യുന്നു ഉണ്ടാകാം. നീ മാറിപ്പോയി എന്നതിൻ്റെ പിന്നിൽ നമ്മുടെ ഇടയിലെ ദൂരം എന്നെ ഭയപ്പെടുത്തുന്നു ഉണ്ടാകാം. പക്ഷെ നാം ഉടൻ പ്രതികരിക്കുമ്പോൾ വാക്കിനോടാണ് പോരാടുന്നത്, വികാരത്തോടല്ല. ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം. റോഡിൽ വാഹനം ഓടിക്കുമ്പോൾ ആരെങ്കിലും പെട്ടെന്ന് മുന്നിൽ കയറുന്നു. ഉടനെ ഹോൺ, കോപം, ചീത്തവിളി. കുറച്ച് മിനിറ്റിന് ശേഷം നമ്മളത് മറക്കും. പക്ഷെ വീട്ടിൽ, ഓഫീസിൽ, സൗഹൃദത്തിൽ അതേ തിടുക്കം വർഷങ്ങളോളം ഓർമ്മിക്കപ്പെടുന്ന മുറിവുകളുണ്ടാക്കാം. കാരണം പരിചയമില്ലാത്ത ഒരാളുടെ വാക്ക് മനസ്സിൽ നിൽക്കില്ല. നമ്മൾ സ്നേഹിക്കുന്ന ഒരാളുടെ വാക്കാണ് ഉള്ളിലേക്ക് കടക്കുന്നത്. അതിനാലാണ് അടുത്ത ബന്ധങ്ങളിൽ വേഗത്തിലുള്ള പ്രതികരണം കൂടുതൽ അപകടകരമാകുന്നത്. ഞാൻ ഒരിക്കലൊരു മുതിർന്ന ദമ്പതികളോട് ചോദിച്ചു, ഇത്ര വർഷം ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞതിൻ്റെ രഹസ്യമെന്താണ്? അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വഴക്കില്ലാത്തതല്ല രഹസ്യം, കോപം വന്ന ഉടനെ സംസാരിക്കാത്തതാണ്. എത്ര ലളിതമായ വാക്കുകൾ, പക്ഷെ അതിൽ വലിയ ജ്ഞാനമുണ്ട്. കോപം ഒരു സ്ഥിര അവസ്ഥയല്ല, അതൊരു തിരമാലയാണ്. തിരമാലയുടെ മുകളിൽ നിന്നെടുത്ത തീരുമാനം പലപ്പോഴും തീരത്തെത്തുമ്പോൾ തെറ്റായതായി തോന്നും. 5 മിനിറ്റ് എന്ത് ചെയ്യും? ഹൃദയമിടിപ്പ് കുറയ്ക്കും, ശബ്ദത്തിൻ്റെ ചൂട് താഴും, ഞാൻ ജയിക്കണം എന്ന മനോഭാവം നമ്മൾ മനസ്സിലാക്കണം എന്നതിലേക്ക് മാറും. ഏറ്റവും പ്രധാനമായി
നാം കേൾക്കാൻ തുടങ്ങും. ഇവിടെ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. ഇടവേള എടുക്കുന്നത് പ്രശ്നത്തിൽ നിന്ന് ഓടിപ്പോകലല്ല, പ്രശ്നത്തെ നശിപ്പിക്കാതെ കൈകാര്യം ചെയ്യുവാനുള്ള തയ്യാറെടുപ്പാണ്. നിങ്ങൾ ഒരുപക്ഷെ പറയും, പക്ഷെ ചിലപ്പോൾ ഉടനെ മറുപടി പറയണം. അതെ, പറയണം. പക്ഷെ ഒരു ചോദ്യം മാത്രം ചോദിക്കാം. ഞാനിപ്പോൾ പറയാൻ പോകുന്ന വാക്കുകൾ ബന്ധം മെച്ചപ്പെടുത്തുമോ, അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ വികാരം പുറത്തുവിടുമോ? ഈ ഒരു ചോദ്യം പല സംഭാഷണങ്ങളും രക്ഷിക്കാം. നമ്മുടെ ജീവിതത്തിൽ എത്ര ബന്ധങ്ങൾ ഇങ്ങനെയുണ്ട്? സഹോദരങ്ങൾ മാസങ്ങളോളം സംസാരിക്കാത്തത് ഒരു നിമിഷത്തിലെ വാക്കുകൊണ്ട്. സുഹൃത്തുക്കൾ അകന്നുപോയത് ഒരു ചൂടുള്ള മറുപടി കൊണ്ട്. ദമ്പതികൾ വർഷങ്ങളായി ഓർത്തു നിൽക്കുന്നത് അന്ന് നീ പറഞ്ഞ ആ ഒരു വാക്കുകൊണ്ട്. വാക്കുകൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. പുറത്തു പോയാൽ തിരികെ വിളിക്കാനാവില്ല. പക്ഷെ അവ പുറത്തേക്ക് പോകുന്നതിന് മുൻപ് നിർത്താൻ കഴിയും. ഒരുപക്ഷെ ബന്ധങ്ങളെ രക്ഷിക്കുന്ന വലിയ രഹസ്യം അതിശയകരമായ റൊമാൻസിലോ വലിയ ത്യാഗങ്ങളിലോ അല്ല, കോപം വന്ന നിമിഷത്തിൽ ചെറിയൊരു ഇടവേള സൃഷ്ടിക്കുവാനുള്ള പക്വതയിലായിരിക്കാം. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് ഒരു ചെറിയ പരിശീലനം മാത്രം നിർദ്ദേശിക്കാം. അടുത്ത തവണ ആരുടെയെങ്കിലും വാക്ക് നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ ഉടനെ മറുപടി പറയുന്നതിന് മുമ്പ് വെറും 5 മിനിറ്റ് എടുക്കൂ. വെള്ളം കുടിക്കൂ, നടക്കൂ, ജനാലയ്ക്ക് അരികിൽ നിൽക്കൂ, ആഴത്തിൽ ശ്വാസമെടുക്കൂ. പിന്നെ ചോദിക്കൂ, ഈ വ്യക്തി യഥാർത്ഥത്തിൽ എന്താണ് അനുഭവിക്കുന്നത്? നിങ്ങൾ അതിശയിച്ചേക്കാം. കാരണം ചിലപ്പോൾ ഒരു ബന്ധം തകരാൻ വേണ്ട സമയം 5 മിനിറ്റാണ്. പക്ഷെ അതേ ബന്ധം രക്ഷിക്കാനും വേണ്ടത് 5 മിനിറ്റിൻ്റെ ഇടവേള മാത്രമായിരിക്കും. നന്ദി. നിങ്ങളുടെ ഇന്നത്തെ സംഭാഷണങ്ങളിൽ വേഗത്തേക്കാൾ വിവേകത്തിനും പ്രതികരണത്തേക്കാൾ മനസ്സിലാക്കലിനും ഇടം ലഭിക്കട്ടെ.